ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന റെഡ് കളർ സൂര്യകാന്തി പൂവൊന്നുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് 3 കളർ ക്രേപ്പ് പേപ്പർ ആണ്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ യെല്ലോ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബാംബൂ സ്റ്റിക്കോ സ്റ്റെം വയറോ ആണ്. അതിൽ ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ പേപ്പർ അതുമേലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഞാൻ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കൊടുക്കുക. ബ്ലാക്ക് കളർ അടിച്ച പോർഷൻ പുറത്ത് വരുന്നത് പോലെ ഇതുപോലെ തന്നെ ചുറ്റിക്കൊടുക്കുക. ഇനി നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഷേപ്പിലാണ് നമുക്ക് പെറ്റൽസ് വേണ്ടത്. ഇതുപോലെ 14 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് പെറ്റലിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ചാനലിൽ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ക്രിസ്മസ് ക്രാഫ്റ്റിനായിട്ട് ഒരു പ്രത്യേകം പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി മറ്റ് ക്രാഫ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെറ്റൽസ് എല്ലാനും ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് സെപ്പൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഗ്രീൻ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മെഷർമെൻറ്റ് ഞാൻ ആദ്യം എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗം വെച്ച് ഈ ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പ് വെച്ച് നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫ്ലവറിൻ്റെ പെറ്റൽസ് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും. കണ്ടോ, നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലീഫാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രേപ്പ് പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പോർഷൻ ഒന്ന് തിരിച്ച് പിടിക്കുക. ക്രേപ്പ് പേപ്പറിലെ ലൈൻസ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് പിടിച്ചത്. ഇനി ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെ ഗം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റെം വയർ അതുമേൽ വെച്ചിട്ട് മറ്റേ പോർഷൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലീഫിൻ്റെ ഷേപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് സൺഫ്ലവറിൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ 2 ലീവ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് സ്റ്റെമ്മുമേൽ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.